മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, വലിച്ചെറിഞ്ഞവരിലേക്ക് വീണ്ടും കയറി ചെല്ലരുത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മുറിവേൽപ്പിച്ചവരിലേക്ക് ഇനിയുമൊരു തിരിച്ചുപോക്കുമരുത്. അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നിങ്ങളുടെ സ്നേഹത്തിന് വിലയില്ലാത്ത ഇടത്താണ്. സന്തോഷവും ദുഃഖവും മാറിവരുന്ന ഒരു ചക്രമാണ് ജീവിതം. പ്രയാസമുള്ള സമയം കടന്നു വരുമ്പോൾ ഓർക്കുക, തീർച്ചയായും നല്ല സമയവും കടന്നു വരും. ബഹുമതികൾ സ്വന്തമാക്കുന്നതിലല്ല, ബഹുമാനം നേടുന്നതിലാണ് ഒരു മനുഷ്യൻ്റെ അന്തസ്സ് കുടികൊള്ളുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കും, കൂടുതൽ വിശ്വസിക്കും, കൂടുതൽ സ്നേഹിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് കൂടുതൽ വേദനിക്കേണ്ടിയും വരും. ഭക്തരെ, വിജയകരമായ ജീവിതത്തേക്കാൾ സംതൃപ്തമായ ജീവിതം മികച്ചതാകുന്നു. കാരണം നിങ്ങളുടെ വിജയം മറ്റുള്ളവർ അളക്കുന്നു, എന്നാൽ സംതൃപ്തി അളക്കുന്നത് നിങ്ങളുടെ സ്വന്തം ആത്മാവും മനസ്സും ഹൃദയവുമാണ്. നിങ്ങളുടെ കയ്യിലുള്ളതിനെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഒരുപാട് ആളുകൾക്ക് ഒന്നുമില്ല എന്ന സത്യം തിരിച്ചറിയുക. സന്തോഷം, ദുഃഖം, പ്രയാസങ്ങൾ, നല്ല സമയങ്ങൾ എന്നിവയുടെ ഒരു വൃത്തമാണ് ജീവിതം. നിങ്ങൾ ദുഷ്കരമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നല്ല സമയം തീർച്ചയായും വന്നു ചേർന്നിരിക്കും. ഭക്തരെ, മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ മനസ്സ് തുറക്കപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കും. മുറിവുണ്ടാക്കുന്നവരെയല്ല, മരുന്നാകുന്നവരെയാണ് കൂടെ കൂട്ടേണ്ടത്. എല്ലാവരും സത്യമറിയാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഒരു മനുഷ്യനും സത്യസന്ധരായിരിക്കാൻ തയ്യാറാകുന്നില്ല. ഭക്തരെ, വളരെ ചെറിയ കാര്യങ്ങൾക്ക് കരയുന്നവർ മറ്റുള്ളവരെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന വ്യക്തികളാണ്. ഭക്തരെ, ഒരു തൂവൽ നഷ്ടപ്പെട്ടെന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നിങ്ങൾ ഒരിക്കലും തളരാനും പാടില്ല. ഭക്തരെ, ക്ഷമിക്കും തോറും കുറഞ്ഞു പോകുന്നത് നിങ്ങളുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ചിലതൊക്കെ ക്ഷമിക്കുക, ചിലതൊക്കെ മറക്കുക, എന്നാൽ ചിലത് എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ്. അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വേദനിക്കുന്നത്. നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും പ്രശ്നങ്ങളെക്കുറിച്ച് ചുരുക്കി മാത്രം സംസാരിക്കുകയും ചെയ്യുക. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം തരുന്ന ഒരു വാക്ക്. ചിലർക്ക് അവരുടെ ശരികൾ മാത്രമാണ് ശരി, അത് മറ്റുള്ളവരുടെ മനസ്സ് മുറിപ്പെടുത്തുന്നതായാലും. ഭക്തരെ, വാക്കുകൾ വജ്രങ്ങളാണ്. ഉപയോഗിക്കാൻ അറിയുന്നവൻ്റെ കൈകളിൽ അതിന് മൂല്യവും തിളക്കവും വർദ്ധിക്കുന്നു. എന്നാൽ അറിവില്ലാത്തവൻ്റെ കൈകളിൽ ഹൃദയം കുത്തി മുറിപ്പെടുത്താൻ കഴിയുന്ന ചില്ലുകഷ്ണം മാത്രമാകുന്നു. ഭക്തരെ, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, അത് ചെറുതോ വലുതോ എന്തുതന്നെ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. ഭക്തരെ, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ടവരും തോറ്റുപോയവരും ഹൃദയം പൊട്ടി വേദനിച്ചവരും എല്ലാം കളങ്കമില്ലാത്ത സ്നേഹം കൊടുത്ത് ആത്മാർത്ഥമായി പെരുമാറിയ മനുഷ്യരാണ്. ഏറ്റവും നല്ല ആയുധം ക്ഷമയും ഏറ്റവും നല്ല പ്രതികാരം മൗനവുമാകുന്നു. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.